നീറ്റ് എക്സാം എഴുതി കേരളത്തിൽ MBBS, BDS, ആയുർവേദ, ഹോമിയോ പോലുള്ള കോഴ്സുകൾ നേടാൻ ആഗ്രഹിക്കുന്നവരും അതേപോലെ നിലവിൽ എഞ്ചിനീയർ എക്സാം എഴുതിയതും BPharm എക്സാം എഴുതിയതായിട്ടുള്ള അവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കീമിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം. അതായത് ഇനി ഉറപ്പായിട്ടും നിങ്ങളുടെ റിസൾട്ട് വരികയും അലോട്ട്മെന്റ് സമയമൊക്കെയാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയമാണ് ശരിക്കും ഇപ്പോൾ കീം അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വരുന്ന 12-ാം തീയതി വൈകുന്നേരം 3 മണി വരെയാണ് ശരിക്കും അതിന്റെ സമയം എന്ന് പറയുന്നത്. ഒരു കൃത്യമായിട്ട് പറയുന്നുണ്ട്, അപേക്ഷകന്റെ പ്രൊഫൈൽ പരിശോധിക്കുന്നതിനും അപാകതകൾ പരിഹരിക്കുന്നതിനുമുള്ള അവസരമാണ് ശരിക്കും ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ce.kerala.gov എന്ന വെബ്സൈറ്റിൽ കയറുക. അവിടെ നിങ്ങളുടെ കീം കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. ആപ്ലിക്കേഷനും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, നേറ്റിവിറ്റി, നമ്മുടെ റിസർവേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങളും കാര്യങ്ങളും അത് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഫോട്ടോയും നമ്മുടെ സൈനും, ഇത്രയും കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചെയ്യേണ്ടത്, നമ്മുടെ ആപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രൊഫൈൽ പേജിൽ മെമോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു മെനു അവിടെ ഉണ്ടാകും. ആ മെമോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് അവരവിടെ സൂചിപ്പിക്കും. ആ എറർ എന്താണെന്ന് അവിടുന്ന് വ്യക്തമായ ശേഷം അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക്. കാരണം ഇനി അത് റെക്ടിഫൈ ചെയ്യാൻ ഒരു സമയം അനുവദിക്കുന്നതല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ ഫോട്ടോയ്ക്കോ സൈനിനോ അല്ലെങ്കിൽ നിങ്ങൾ നേറ്റിവിറ്റി കൊടുത്ത പ്രൂഫിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മെമോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ അവരത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. സോ ആ മെമോ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം? റെക്ടിഫൈ ചെയ്യണം. ഒരു പ്രത്യേകം പറയുന്നുണ്ട്, ന്യൂനതകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ, ഒപ്പ് അപേക്ഷകൻ ഓൺലൈനായി മുകളിൽ പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇൻ കേസ് മെമോ ഡീറ്റെയിൽസ് എന്തെങ്കിലും അവർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ അപ്ലോഡ് ചെയ്താൽ മതി. അതല്ലാണ്ട് ഒരിക്കലും അവരുടെ ഓഫീസ് അഡ്രസ്സിലേക്കൊന്നും നിങ്ങൾ പോസ്റ്റ് വഴിയൊന്നും അയക്കേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് റെക്ടിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങളെ അലോട്ട്മെന്റ് പ്രോസസ്സുകളിലേക്ക് പരിഗണിക്കത്തുള്ളൂ. ഇത് എല്ലാവർക്കും വരണമെന്നില്ല. ആ മെമോ ഡീറ്റെയിൽസിൽ പ്രശ്നം വന്നവരാണ് ശരിക്കും ഇത് എന്ത് ചെയ്യേണ്ടത്? റെക്ടിഫൈ ചെയ്യേണ്ടത്. അപ്പൊ വരുന്ന 12-ാം തീയതി 3 മണി വരെയാണ് ശരിക്കും അവിടെ സമയമുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ അവർ പ്രത്യേകമായി പറയുന്നുണ്ട്. അതായത് ഇവിടെ നോക്കിക്കേ, പ്രൊഫൈൽ പേജ് ദൃശ്യമായിട്ടുള്ള അപേക്ഷകന്റെ പേര്, ഫോട്ടോ, ഒപ്പ് എന്നിവ വിദ്യാർത്ഥിയുടെ യഥാർത്ഥ പേര്, ഫോട്ടോ, ഒപ്പ് എന്നിവയുമായി വ്യത്യാസമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫോട്ടോ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന അതിനകത്തുള്ള പേര്, അതേപോലെ തന്നെ സൈൻ, നിങ്ങളുടെ ആക്ച്വൽ പേരോ ഫോട്ടോയോ സൈനോ ആയിട്ട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ ഡിഫക്റ്റ് എന്ന് പരാമർശിച്ച് ഇമെയിൽ ആയിട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിലേക്ക് ആ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. അവിടെ മാത്രമാണ് ഇമെയിൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിലോ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പടത്തിലോ ഒപ്പിലോ അതായത് സൈനിലോ അത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പേരിലോ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞ സബ്ജക്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ട് cee.cee@kerala.gov എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. നിങ്ങൾ കാനഡ പോർട്ടലിൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കാണാൻ സാധിക്കും. അതും ശ്രദ്ധിക്കേണ്ട കാര്യം, 12-ാം തീയതിക്കുള്ളിൽ അതും ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും വ്യക്തമായിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയിട്ട് എന്തെങ്കിലും മെമോ പോലെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അത് മാക്സിമം ഈ സമയത്തിനുള്ളിൽ റെക്ടിഫൈ ചെയ്യുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും. യെസ്, പിന്നെ ഒരു കാര്യം ഒരു കുറിപ്പിന്റെ അവിടെ പറയുന്നുണ്ട്, പ്രോസ്പെക്ട്സ് വ്യവസ്ഥ അനുസരിച്ച് കേരളീയർക്ക് മാത്രമാണ് നേറ്റിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അർഹതയുള്ളത്. ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടുന്നവരെയും +2 മാർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ഓൺലൈനായി സമർപ്പിക്കുന്നവരെയും മാത്രം എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതായത് നമുക്ക് അവിടെ +2 മാർക്ക് സബ്മിഷൻ ഉണ്ട്, അത് ഉടനെ വരും. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് നമ്മൾ കീമിന്റെ എക്സാമിൽ നമ്മൾ മിനിമം പാസ് നേടിയിരിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ എന്നും അവർ പറയുന്നുണ്ട്. ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടുന്നവരെയും ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നവരാണ്. അവിടെ നമുക്ക് ഫാർമസി പരീക്ഷയ്ക്ക് നിങ്ങളുടെ എൻട്രൻസ് എക്സാമിന് യോഗ്യത നേടുന്നവരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അവിടെ നിങ്ങൾക്ക് +2 മാർക്ക് സബ്മിഷന്റെ കാര്യം അവർ പറയുന്നില്ല. അതുപോലെ NRI ക്ലെയിം ചെയ്യുന്നവർക്കുള്ള ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ, അപേക്ഷയിലെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള NRI കോട്ടയുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ ന്യൂനതകൾ പരിഹരിക്കാനുള്ള സമയം പിന്നീട് അനുവദിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും പ്രൊഫൈൽ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ 12-ാം തീയതിക്ക് ഉള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.